ഹായ് ഫ്രണ്ട്സ്, ഒരു പക്ഷേ ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതായത് സമയത്തിനു മുൻപായി വിധിച്ചതിനേക്കാൾ കൂടുതലായി ആർക്കും ഒന്നും ലഭിക്കുകയില്ല എന്ന്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുന്നത് നമുക്ക് അനുവദിച്ചു തരുന്ന സമയത്ത് മാത്രമാണെന്നും, അതുപോലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും. ഇങ്ങനെ സമയം കാത്തിരുന്നും വിധിയെ കാത്തിരുന്നും ജീവിതം തള്ളി നീക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും: നിരാശ. എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കേണ്ടത് തന്നെയാണ്. സമയമാകുമ്പോൾ മാത്രമേ ഏതൊരു കാര്യവും സംഭവിക്കുകയുള്ളൂ. കാര്യം ശരി തന്നെയാണ്. എന്നാൽ തൻ്റെ സമയം പാഴാക്കാതെ പ്രവൃത്തിയിൽ മുഴുകുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അപ്രകാരത്തിലുള്ള ഒരു അനുകൂല സമയം വന്നു ചേരുകയുള്ളൂ. ആരാണോ സമയം പാഴാക്കിക്കൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സമയമാകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്, അവരുടെ മേൽ സമയം ഒരിക്കലും കടാക്ഷിക്കുകയേയില്ല. സമയം അവരെ സമയമാകുമ്പോൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആരാണോ തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ വിധിയുടെ മേൽ ചാർത്തുന്നത്, എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്ന് കരുതി ജീവിക്കുന്നത്, അവർക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനേ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന വിധി അല്ലെങ്കിൽ ഭാഗ്യം ഒരിക്കലും നിങ്ങളെ അന്വേഷിച്ച് വരികയില്ല. നിങ്ങൾ യാതൊന്നും ചെയ്യാതിരിക്കുകയും പ്രപഞ്ചം നിങ്ങൾക്കൊരു അനുകൂല്യമായി സൗഭാഗ്യത്തെ കൊണ്ടുവന്ന് തരുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നാളെയുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇന്നത്തെ ഭാഗ്യം നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലവുമാണ്. എന്നാൽ കേവലം ഭാഗ്യമെന്നതിൻ്റെ അർത്ഥമെന്തെന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അപ്രതീക്ഷമായ ഒരു ഫലം കൈപ്പറ്റിയിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരോക്ഷമായ ഫലം സമയമാകുമ്പോൾ ഭാഗ്യമായി നിങ്ങളിലേക്ക് വന്ന് കടാക്ഷിക്കും. പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യാതെ സമയമാകട്ടെ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു കാത്തിരിക്കുന്നവർ ജീവിതത്തിൽ പൂർണ്ണമായും പരാജയപ്പെടുന്നതായിരിക്കും. അവരെ സമയവും ഭാഗ്യവും വഞ്ചിക്കുന്നതായിരിക്കും. കാരണം ജീവിതത്തിൽ സമയത്തേക്കാൾ ഭാഗ്യത്തേക്കാൾ പ്രസക്തമാണ് പരിശ്രമം. അതുകൊണ്ട് തന്നെ പരിശ്രമമെന്ന അവനവൻ്റെ കയ്യിൽ തന്നെ പിടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.